അപ്പോൾ അതാ മോള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാണ് പോകാൻ വേണ്ടിയിട്ട്. ഐറൂസ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇനി മെല്ലെ ഉണർത്താതെ കൊണ്ടുപോകണം എന്നാണ് അവൾ വിചാരിക്കുന്നത്. കാരണം അവിടെ എത്തി മെല്ലെ കിടക്കിൽ കിടത്താലോ എന്ന് കരുതിയിട്ടിട്ടോ. മോളൊരു ഹസ്ബൻഡ് എത്തിയപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഞങ്ങൾ കരുതി ഇന്നലെ രാത്രി തന്നെ എത്തും, കോയമ്പത്തൂരിൽ നിന്നല്ലേ, അടുത്തല്ലേ എത്തുമായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെ പണി തീർന്നില്ല, ഏറെ വെളുത്തപ്പോഴാണ് എത്തിയത്. അപ്പോൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി എത്തും കരുതിയിട്ട് ഞങ്ങൾ തന്നെ കിടന്നപ്പോൾ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 6 മണിക്ക് എഴുന്നേറ്റ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. തൽക്കാലം ഞങ്ങൾ പഴംപൊരി ചായയൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തത് അവർ പോവുകയാണ് കേട്ടോ. അപ്പോൾ സമയം 7-7 ആയിട്ടുള്ളൂ. ഞാൻ ഇതുമൂന്ന് മദ്രസയ്ക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങോട്ട് കിടക്കാന്ന് കരുതി കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാനൊരു 11-11:30 കേട്ടോ എഴുന്നേറ്റത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞില്ല. ഞാൻ പിന്നെ ആ ഒരു പഴംപൊരിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴാണ് നമ്മൾ ഇതുമൂൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ വന്നിട്ട്, ഈ ഫ്രണ്ട്സുകൾ നമ്മളെ ഫാൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നല്ലൊരു ജ്യൂസൊക്കെ കൊടുക്കാമെന്നൊക്കെ കരുതി അവർക്ക് നല്ല സ്ട്രോബെറി എസൻസ് ഒക്കെ വെച്ചിട്ട് പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ജ്യൂസ് കൊടുത്തിട്ട്. അപ്പോൾ അവർക്ക് വീഡിയോയിൽ നിൽക്കണം, ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. എന്തായാലും ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ അവർ പോയത്. ഇന്ന് നീനുട്ടിക്ക് ലീവാണ്, ഇന്നല്ല നാളെ ലീവാണ്. അപ്പോൾ ഓൾ എത്തിയിട്ടുണ്ട്. അപ്പം ഓൾ വരുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കൽ നിർബന്ധമാണല്ലോ. അപ്പോൾ അതൊക്കെ വേഗം ഉണ്ടാക്കി, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാത്തല്ല. അപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഇവർ കഴിക്കുമ്പോഴാണ് നീനുട്ടി വന്നത്. അപ്പോൾ നല്ല വെയിലാണ്, 1 മണി 1:30 ആ സമയത്താണ് എത്തുന്നത്. അപ്പോൾ ഞാൻ ഒരു സമയമായിരിക്കുമല്ലോ വരുന്നത് എന്ന് അറിയണത് കൊണ്ട് കുറച്ച് ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഉറുമാമ്പഴത്തിൻ്റെ ജ്യൂസൊക്കെ. അപ്പോൾ അതൊക്കെ കുടിച്ചപ്പോൾ എന്നോട് പറയണേ ഇതുകൊണ്ടൊന്നും ഒതുങ്ങൂല, എനിക്ക് നല്ല വിശപ്പുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ വേഗം പോയി എൻ്റെ ചോറൊക്കെ വിളമ്പി കൊടുത്തു. അപ്പോൾ നമുക്ക് വീഡിയോ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താ നീനുട്ടി ഒറ്റയ്ക്ക് കഴിക്കൂലെന്ന്. കഴിക്കാഞ്ഞിട്ടല്ല, ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഞാൻ നിൻ്റെ ഒരു സന്തോഷത്തിനും ഓളൊരു സന്തോഷത്തിനും വേണ്ടി വാരി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതായത് എൻ്റെ അനിയനാണ്. ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഓന് ഡ്യൂട്ടി കഴിഞ്ഞ് പോണ സമയത്ത് തയ്ക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ വൈഫിൻ്റെ കുട്ടീൻ്റെയൊക്കെ കുറച്ച് ഡ്രസ്സുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി വന്നത്. അപ്പം തന്നെ പോയിട്ട് വാങ്ങിയിട്ട് അപ്പം വന്നപ്പോൾ ഞങ്ങളൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എഴുന്നേറ്റു. അപ്പം നീ വേഗം ചായ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴാണ് നീ പറഞ്ഞത് എനിക്ക് സമൂസ വേണം, സമൂസയും ചായയും വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഇതുമൂനെ കൊണ്ട് കടയിൽ പോയിട്ട് 2 സമൂസയും പിന്നെ ഇതുമൂന്ന് മുട്ടായി മതിയായിരുന്നു. ആ മുട്ടായിയാണ് ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ചു. നല്ലൊരു ഹോർലിക്സ് ഉണ്ടാക്കി കൊടുത്തു. ചായയല്ല, ഞാൻ ചായ കുടിച്ചു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഹോർലിക്സ്, ബൂസ്റ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളും കുടിക്കുന്നത് വലിയ താല്പര്യമില്ല. എനിക്ക് ചായ കിട്ടിയാൽ മതി. അപ്പോൾ ഓക്കെ, ഞാൻ നല്ലൊരു ഹോർലിക്സൊക്കെ ഇളക്കി കൊടുത്തു. ഇതുമൂന്ന് പിന്നെ ഹോർലിക്സ് കുടിക്കണത് ഇഷ്ടമല്ല, അത് പൊടി അങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ കഴിക്കണതാട്ടോ ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാതെ സപ്പോർട്ട് ചെയ്യണേ.